മെജോറിറ്റി പൂർണ്ണരായോ? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. നമ്മൾ കാണേണ്ടത് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായാണ്. ഈ ശബരിമല എന്നത് നമ്മുടെ നാടിന് മാത്രമല്ല രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു ആരാധനാ സ്ഥലമാണ്. അത് ജാതിമത ഭേദ ചിന്തകൾക്ക് അതീതമായിട്ടുള്ളൊരു സ്ഥലമാണ്. എല്ലാ മതസ്ഥർക്കും എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലമാണ്. സാധാരണ അവിടെ എത്തുന്ന ഭക്തര് വാവരെ കണ്ടാണ് അയ്യപ്പനെ ദർശിക്കാൻ പോകുന്നത്. അത്രമാത്രം മതമൈത്രി ഉൾക്കൊള്ളുന്ന ഒരു സംഭവമാണത്. ഇത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി അവര് നിശ്ചയിച്ചു ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്താമെന്നുള്ളത്. ഇതാണ് സംഭവിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിന് നടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലായിടങ്ങളിലുള്ളവർക്ക് താല്പര്യമാണ്. കേരളത്തിലുള്ളവർക്ക് മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ളവർക്കും താല്പര്യമാണ്. അപ്പോൾ ഇതിനെ ഒരു രാഷ്ട്രീയമായി കാണേണ്ട ഒരു കാര്യമല്ല. ഇത് ആരാധനയുടെ ഭാഗമായി നടക്കുന്ന കാര്യമാണ്. ദേവസ്വം ബോർഡ് നടത്തട്ടെ. സർക്കാരിന്റെ ഒരു പരിപാടിയല്ല, ദേവസ്വം ബോർഡിന്റെ പരിപാടിയാണ്. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സർക്കാർ സാധാരണഗതിയിലുള്ള സഹായങ്ങൾ ചെയ്യാറുണ്ട്. അതല്ലാതെ മറ്റൊരു കാര്യവും സർക്കാരിനതിലില്ല. അപ്പോൾ നല്ല നിലക്ക് ആ പരിപാടി നടക്കട്ടെ. പിന്നെ വിരട്ടലും കൊണ്ടൊന്നും പുറപ്പെടണ്ട കേട്ടോ. അതുകൊണ്ടൊന്നും പരിപാടി നടക്കാതിരിക്കില്ലല്ലോ. ഇത് രാജീവ് ചന്ദ്രശേഖറിന് കേരളത്തിന്റെ ഒരു ശരിയായ നില അറിയാത്ത ഒരാളാണ്. അതുകൊണ്ടായിരിക്കും അങ്ങനെയൊരു വിരട്ടുന്ന രീതിയിലൊക്കെ വർത്തമാനം പറഞ്ഞതെന്നാണ് തോന്നുന്നത്. ഇനി നേരത്തെ പറഞ്ഞ ഒരു കേസുകളുടെ കാര്യം പറഞ്ഞല്ലോ. ആ കേസുകളുടെ കാര്യത്തിൽ നേരത്തെ ഞങ്ങളൊരു തീരുമാനം എടുത്തതാണല്ലോ. അതായത് ഇവരുടെ എല്ലാം നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തീരുമാനമെടുത്തത്. അത്തരം കേസുകൾ പിൻവലിക്കുക എന്നത് ഈ അക്രമ സംഭവങ്ങൾ ഒഴികെയുള്ള കേസുകളെല്ലാം പിൻവലിക്കുന്ന ഒരു നിലപാടെടുത്തല്ലോ. അത് തീരുമാനമായതാണ് എല്ലാ കാര്യത്തിലും. ഒന്നും ബാക്കി നിൽക്കുന്ന കാര്യമല്ല. അപ്പോ ഈ കാര്യത്തിൽ നമുക്ക് അയ്യപ്പ സംഗമം നടക്കട്ടെ. ഭക്തരായിട്ടുള്ളവര്, അയ്യപ്പന്റെ ആളുകള്, അയ്യപ്പനെ നല്ല നിലക്ക് കാണുന്നവര് എല്ലാവരും അവിടെ എത്തിച്ചേരട്ടെ. നമുക്ക് ആവശ്യമായ സഹായവും പിന്തുണയും അതിന് നൽകാം. ബാക്കി കാര്യമൊക്കെ പിന്നെ പറയാം. ഇപ്പൊ തൽക്കാലം നിർത്താം. നമസ്കാരം. പ്രധാന വാർത്തകൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയി തുടരാതിരിക്കുന്നതാണ് ഉചിതമെന്ന് മുഖ്യമന്ത്രി. ഗർഭം അലസിപ്പിച്ചില്ലെങ്കിൽ യുവതിയെ കൊല്ലാൻ വലിയ സമയം വേണ്ടെന്ന് പറയുന്നത് ക്രിമിനൽ രീതി. പദവിക്ക് മാന്യതയും ധാർമ്മികതയും വേണം. വഴിവിട്ട് ന്യായീകരിക്കുന്നത് ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയെന്ന് പ്രതിപക്ഷ നേതാവിന് കുറ്റപ്പെടുത്തും. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. കൃഷ്ണകുമാറിനെതിരെ ഗാർഹിക ലൈംഗിക പീഡന പരാതി. BJP സംസ്ഥാന അധ്യക്ഷന് പരാതി അയച്ചത് പാലക്കാട് സ്വദേശിനി. വ്യാജ പരാതിയെന്ന് കൃഷ്ണകുമാർ. സ്വത്ത് തർക്കത്തെ തുടർന്ന് ഉന്നയിച്ച കേസ് കോടതി തള്ളിയതാണെന്ന് വിശദീകരണം. പരാതി കുത്തിപ്പൊക്കിക്കൊണ്ടുവന്നത് സന്ദീപ് വാര്യരെന്ന് കൃഷ്ണകുമാർ. മലയോര ജനതയുടെ ദീർഘകാല ആവശ്യമായ ഭൂപതിവ് നിയമ ഭേദഗതി ചട്ടങ്ങൾക്ക് അംഗീകാരം നൽകി സർക്കാർ. വകമാറ്റിയ ഭൂമി ക്രമപ്പെടുത്തും. കൃഷി, താമസ ആവശ്യത്തിന് പതിച്ചു നൽകിയ ഭൂമി മറ്റ് ജീവനോപാധികൾക്കും ഉപയോഗിക്കാം. മലയോര ജനതയോടുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയ്ക്ക് തെളിവെന്ന് മുഖ്യമന്ത്രി. വിനിയോഗങ്ങൾ ക്രമീകരിക്കുന്നതിനും പതിച്ചു നൽകിയ ആവശ്യങ്ങൾക്കല്ലാതെ ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വ്യവസ്ഥകളോടെ അനുമതി നൽകുന്നതിനും ഈ ഭേദഗതി സഹായകമാകും. ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലേ? ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഓണം ഹിന്ദു ആഘോഷമാണെന്നും പങ്കെടുക്കരുതെന്നും മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അധ്യാപികയുടെ സന്ദേശം. പരാതി നൽകി ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാവ്. കുന്നംകുളം പോലീസ് കേസെടുത്തതിന് പിന്നാലെ അധ്യാപികയെ പുറത്താക്കിയെന്ന് സ്കൂൾ മാനേജ്മെന്റ്. ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വയോധികയുടെ കൊലപാതകത്തിൽ മൊത്തം ട്വിസ്റ്റ്.
കൊലപാതകം ചെയ്തെന്ന കുറ്റം സമ്മതിച്ച് 3 പേർ. മൊഴികളിൽ എത്തും പിടിയും കിട്ടാതെ കുഴങ്ങി പോലീസ്. കോഴിക്കോട് 6 വർഷം മുമ്പ് യുവാവിന് മൃതദേഹം കുഴിച്ചിട്ട സ്ഥലം സ്പോട്ട് ചെയ്ത് പോലീസ്. സരോവരത്ത് പരിശോധന തുടരുന്നു. കേരളത്തെ ഞെട്ടിച്ച ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസിലെ പോലീസുകാരായ 5 പ്രതികളെയും വെറുതെ വിട്ട് ഹൈക്കോടതി. 1-ാം പ്രതിയെ വെറുതെ വിട്ടത് വധശിക്ഷ റദ്ദാക്കി. അന്വേഷണത്തിൽ സിബിഐക്ക് വീഴ്ചയുണ്ടായെന്ന വിധിന്യായത്തിൽ കോടതി. ഹൃദയമുണ്ടെങ്കിൽ കോടതി ഇങ്ങനെ പറയില്ലെന്ന് ഉദയകുമാറിന്റെ അമ്മ. ഇനി എന്തൊക്കെ ചെയ്യണം? നിങ്ങൾ പറഞ്ഞു തരി, എനിക്ക് എന്തൊക്കെ ചെയ്യണമെന്ന്. നിങ്ങൾ എല്ലാവരും അന്ന് നിന്നല്ല, നിങ്ങൾ പറഞ്ഞു തരി, നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞു തരി, എന്തൊക്കെ ചെയ്യണം ഞാൻ. കൊച്ചിയിലെ IT ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ നടി ലക്ഷ്മി മേനോൻ 3-ാം പ്രതി. ഒളിവിലെന്ന് പോലീസ്. ഒപ്പമുണ്ടായിരുന്ന 2 പേർ അറസ്റ്റിൽ. ആലുവ സ്വദേശിയായ യുവാവിന് നേരെയുണ്ടായ ആക്രമണം ബാറിൽ വെച്ചുണ്ടായ തർക്കത്തെ തുടർന്ന്. രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ട് അധികാർ യാത്രയിൽ പങ്കുചേർന്ന തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. ഒപ്പം കനിമൊഴിയും. പ്രിയങ്ക ഗാന്ധിയെ പിന്നിലിരുത്തി ബുള്ളറ്റിൽ സഞ്ചരിച്ച രാഹുൽ. ഇന്ത്യക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ 25% പിഴത്തീരുവ നാളെ മുതൽ. ആകെ അധിക തീരുവ 50%. അമേരിക്കയുടെ നടപടി റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന്റെ പ്രതികാരം. വാർത്തകൾ വിശദമായി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനത്തിരിക്കരുതെന്ന അഭിപ്രായമാണ് പൊതുസമൂഹത്തിനെന്ന് മുഖ്യമന്ത്രി. എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നറിയില്ല. ഗർഭം അലസിപ്പിച്ചില്ലെങ്കിൽ യുവതിയെ കൊല്ലാൻ വലിയ സമയം വേണ്ടെന്ന് പറയുന്ന അവസ്ഥ ക്രിമിനലിന്റെ രീതിയാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. രാഹുലിനെ സംരക്ഷിക്കാൻ തയ്യാറാകുന്ന നില പ്രതിപക്ഷ നേതാവിന് ചേർന്നതല്ലെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. നിയമപരമായി സ്വീകരിക്കാൻ കഴിയുന്ന നടപടികളെല്ലാം പോലീസ് സ്വീകരിച്ചിരിക്കും. ഇപ്പോഴത്തെ സംഭവങ്ങൾ രാഷ്ട്രീയത്തിന് അപമാനമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയി തുടരാതിരിക്കുന്നതാണ് ഉചിതമെന്നും മുഖ്യമന്ത്രി. ഇത്രയെല്ലാം കാര്യങ്ങൾ വന്നിട്ട് അതിനെല്ലാം നേതൃത്വം കൊടുത്ത ഒരാളെ സംരക്ഷിക്കാൻ തയ്യാറാകുന്ന നില, അത് പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൂടാത്തതാണ്. മാത്രമല്ല, അദ്ദേഹം അങ്ങ് പ്രകോപിതനാകുകയാണ്. പ്രകോപിതനായിട്ട് പിന്നെ എന്തെല്ലോ വിളിച്ചു പറയുന്ന അവസ്ഥ സ്വീകരിക്കുക. അങ്ങനെയൊരു നിലയിലേക്ക് അദ്ദേഹത്തെ പോലൊരാൾ പോകാൻ പാടുണ്ടോ? ശരിയല്ലാത്ത നിലയാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്. രാഷ്ട്രീയത്തിന് അവമാനം വരുത്തി വെച്ചതാണ്. പൊതുപ്രവർത്തകർക്ക് അവമാനം വരുത്തി വെക്കുന്നതാണ്. അത്തരമൊരാളെ വഴിവിട്ട് ന്യായീകരിക്കാൻ പുറപ്പെടുന്നത് ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലയാണുണ്ടാവുക. ഇത് ഇവിടെ ഒതുങ്ങി നിന്നാൽ നല്ലത്. ഇനി എത്ര ആളുകളിലേക്ക് വ്യാപിക്കൂ എന്നുള്ളത് എനിക്കുള്ള കാര്യങ്ങൾ കണ്ടാൽ മാത്രമേ പറയാൻ പറ്റൂ. കൂടുതൽ വിവരങ്ങളുമായി VV അരുൺ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും. അരുൺ, രാഹുലിനെ മാത്രമല്ല VD സതീശനെതിരെ മുഖ്യമന്ത്രി പറയുകയുണ്ടായി. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? അശ്വതി, അതിരൂക്ഷ വിമർശനമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിന്നുണ്ടായത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാത്രമല്ല, രാഹുലിനെ സംരക്ഷിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെതിരെയും വലിയ വിമർശനം മുഖ്യമന്ത്രി ഉന്നയിച്ചു. അതായത്, ഇത്തരത്തിൽ ഇങ്ങനൊരു സംഭവം വരുമ്പോൾ ഇങ്ങനെയല്ല നടപടിയെടുക്കേണ്ടത്. കോൺഗ്രസിനകത്ത് തന്നെ ഇതിന് വലിയ എതിരഭിപ്രായമുണ്ട്. MLAക്കെതിരെയുള്ള ആരോപണം ഗുരുതരമായ വിഷയമാണ്. അത്തരം ഒരാൾ ആ സ്ഥാനത്തിരിക്കരുന്ന പൊതുസമൂഹത്തിൽ നിന്ന് അഭിപ്രായം ഉയർന്നു വന്നു. എത്ര കാലം ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് അറിയില്ല. സമൂഹത്തിൽ വലിയ പ്രതികരണങ്ങൾ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നിലധികം സംഭവങ്ങളെ പറ്റിയുള്ള റിപ്പോർട്ടുകളുണ്ട്. ഗർഭം അലസിപ്പിച്ചില്ലെങ്കിൽ യുവതിയെ കൊല്ലാൻ വലിയ സമയം വേണ്ടെന്ന് പറയുന്ന അവസ്ഥ പോലും ഉണ്ടായി. ക്രിമിനൽ രീതിയാണ് ഇതിലുണ്ടായിട്ടുള്ളത്. ക്രിമിനൽ രീതിയാണ്
രാഹുലിന്റെ ഭാഗത്തുണ്ടായെന്ന് മുഖ്യമന്ത്രി പറയുന്നു. പൊതുപ്രവർത്തകർക്ക് ഉണ്ടായിരുന്ന അംഗീകാരം ഉണ്ടായിരുന്നു, അപവാദം വരുത്തിയ ചില കാര്യങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് അതുപോലെയല്ല, വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് MLA-ക്കെതിരെ വരുന്നതെന്ന് മുഖ്യമന്ത്രി പറയുന്നു. പ്രതിപക്ഷ നേതാവിനെയും വലിയ ശക്തമായി തന്നെ മുഖ്യമന്ത്രി വിമർശിക്കുന്നുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനത്തിന് മാന്യതയും അതിന്റെ ധാർമ്മികതയുമുണ്ട്, അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന മനോവിധ കോൺഗ്രസ് തന്നെ ഉള്ളപ്പോഴും അതിനെ സംരക്ഷിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ചെയ്യുന്നത്. ചില നേതാക്കളാണ് രാഹുലിനെ തെറ്റായ രീതിയിൽ പ്രൊമോട്ട് ചെയ്തത്, നേരത്തെ തന്നെ വാർത്തകൾ വന്നതാണ്. പക്ഷേ ഇങ്ങനെ വരുമ്പോഴും പ്രകോപിതനാകുകയാണ് പ്രതിപക്ഷ നേതാവ്. എന്തെല്ലാമോ വിളിച്ചു പറയുന്നു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. തന്റെ പാർട്ടിയിൽപ്പെട്ട സീനിയേഴ്സ് പോലും എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നുവെന്ന് ചിന്തിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. നിയമപരമായ നടപടികൾ പോലീസ് ചെയ്യാവുന്ന എല്ലാ നടപടിയും പോലീസ് സ്വീകരിക്കുമെന്ന് പറയുന്നു. അതിൽ ഒരു കുറവും ഉണ്ടാകില്ല. അത്തരം കാര്യങ്ങൾ പോലീസാണ് ചെയ്യേണ്ടത്. ഇരകൾക്ക് ധൈര്യമായി പരാതി നൽകാം. അങ്ങനെ അപായപ്പെടുത്തുമെന്ന ആശങ്ക ആർക്കും വേണ്ട, എല്ലാ സംരക്ഷണവും നൽകുമെന്ന് കൂടി മുഖ്യമന്ത്രി ഉറപ്പു പറയുകയാണ്. ഇതുവരെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൃത്യമായ ഒരു പരാതിക്ക് ഇരകളാരും തയ്യാറായിട്ടില്ല. അങ്ങനെ ഭയന്ന് മാറി നിൽക്കേണ്ട, ആ ഇരകൾക്ക് എല്ലാ സംരക്ഷണവും സർക്കാർ നൽകുമെന്ന് കൂടി മുഖ്യമന്ത്രി പറയുന്നു. വളരെ ഗൌരവത്തോടെ കൂടിയാണ് ഇക്കാര്യം സർക്കാർ കാണുന്നതെന്ന് വ്യക്തമാക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അശ്വതി. ശരിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഗുരുതര ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നാലെ BJP-യിലും ലൈംഗിക പീഡന പരാതി. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാറിനെതിരെ പാലക്കാട് സ്വദേശിയായ യുവതിയാണ് BJP സംസ്ഥാന പ്രസിഡന്റിന് പരാതി നൽകിയത്. എന്നാൽ പരാതി C കൃഷ്ണകുമാർ തള്ളി. പരാതിക്ക് പിന്നിൽ സ്വത്ത് തർക്കമാണെന്നും കോടതി തള്ളിയ കേസാണെന്നുമാണ് വിശദീകരണം. പരാതി പുറത്തുവന്നതിന് പിന്നിൽ സന്ദീപ് വാര്യറാണെന്നും കൃഷ്ണകുമാർ ആരോപിക്കുന്നു. എനിക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഴുവൻ ആളുകളെയും, എനിക്ക് എന്റെ ഭാരവാഹികളെയും മുഴുവൻ പ്രവർത്തകരെയും എനിക്ക് പരിപൂർണമായിട്ടുള്ള വിശ്വാസമുണ്ട്. ഞങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന അസുരവിത്ത് ഇന്ന് പുറത്തുപോയി. ആ അസുരവിത്ത് തന്നെയാണ് ഇതിന് പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് സന്ദീപ് വാര്യരൊക്കെ എന്തോ പൊട്ടിക്കും തേങ്ങ ഉടയ്ക്കുന്നൊക്കെ വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ എന്തോ ഒരു ആറ്റം ബോംബ് പൊട്ടിക്കാൻ പോകുന്നതാണ് വിചാരിച്ചു. ഇതൊക്കെ 2015 20 പൊട്ടിച്ച് പൊട്ടാതെ പോയ നനഞ്ഞ ഓലപ്പടക്കമുണ്ട്. പ്രതിപക്ഷ നേതാവിന് ഈ വ്യക്തിയെക്കുറിച്ച് അറിയില്ല തോന്നും. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഇദ്ദേഹത്തിന്റെ വാക്ക് കേട്ട് വലിയൊരു അബദ്ധത്തിന്റെ കുഴിയിൽ വീണത്. ബഹുമാനപ്പെട്ട കോടതി തള്ളിക്കളഞ്ഞ കേസാണ്. C കൃഷ്ണകുമാറിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ രംഗത്തെത്തി. കൃഷ്ണകുമാറിനെതിരായ ആരോപണം വർഷങ്ങളായി BJP നേതാക്കൾക്ക് അറിയാവുന്നതാണെന്നും തനിക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ BJP പുറത്തുവിടട്ടെ എന്നും സന്ദീപ് വാര്യർ വെല്ലുവിളിച്ചു. കിരൺ ബാബു വിവരങ്ങളുമായി ചേരുന്നു. കിരൺ, പ്രതിപക്ഷ നേതാവ് പുറത്തുവിടുമെന്ന് പറഞ്ഞ ബോംബ് ഇതാണോ എന്ന് പറഞ്ഞുകൊണ്ടാണ് കൃഷ്ണകുമാർ ഇന്ന് ഈ പീഡന പരാതിയുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനം നടത്തിയത്. അത് പാടെ തള്ളുകയായിരുന്നു. എന്താണ് വിശദാംശങ്ങൾ? അശ്വതി, പ്രതിപക്ഷ നേതാവ് ഇന്ന് പുറത്തുവിടും എന്ന് പറഞ്ഞ ബോംബ് ഇത് തന്നെയാണ് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും ഒരു കൺഫർമേഷൻ വന്നിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ സ്വാഭാവികമായി അദ്ദേഹം നൽകിയ സൂചനകൾ തൻ്റെ വസതിയിലേക്ക് കൊണ്ടുവന്ന കാളയുമായി BJP-യുടെ പ്രവർത്തകർക്ക് BJP സംസ്ഥാന അധ്യക്ഷൻ്റെ വീട്ടിലേക്ക് പോകേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ സമാന സ്വഭാവത്തിലുള്ളൊരു ഏത് തരത്തിലുള്ള ആരോപണമാണ് ഈ കാളയും കൊണ്ട് വിത്ത് കാളയും കൊണ്ട് പോകേണ്ടി വരുന്നത് നമുക്കറിയാം. അത്തരത്തിലൊരു ആരോപണം തന്നെയാണ് BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന കോർ കമ്മിറ്റി അംഗമായിരിക്കുന്ന പാലക്കാട്ട് പലതവണ മത്സരിച്ച BJP-യുടെ C കൃഷ്ണകുമാറിനെതിരെ ഉയർന്നിരിക്കുന്നത്. C കൃഷ്ണകുമാറിനെതിരെ ഒരു സ്ത്രീ പരാതി നൽകിയിരിക്കുകയാണ്. അത് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് പരാതി നൽകിയിരിക്കുന്നത്. അധ്യക്ഷൻ ഈ പരാതി പരിശോധിച്ച് വേണ്ട ചെയ്യാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നതും പറയുന്നു. പക്ഷേ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് BJP-യുടെ ഭാഗത്തു നിന്ന് വരുന്ന അനൗദ്യോഗികമായ വിശദീകരണം ഇത് സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട പരാതിയാണ്. പിന്നീട് C കൃഷ്ണകുമാർ അടക്കം വാർത്താ സമ്മേളനം നടത്തി പറയുന്നത് ഇത് സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട പരാതിയാണ്, അത് കോടതി കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയതാണ് എന്ന വാദമാണ് ഉന്നയിക്കുന്നത്. പക്ഷേ സന്ദീപ് വാര്യരടക്കം തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കോടതി
കോടതിയുടെ മുന്നിൽ ഇങ്ങനെ ഒരു പീഡന പരാതി ഇതുവരെയും വന്നിട്ടില്ല. BJP നേതാക്കൾക്കടക്കം ഈ പരാതി ഉന്നയിച്ചിട്ടുണ്ട്. ഈ സ്ത്രീ നേരത്തെ RSS നേതാവ് ഗോപാലൻകുട്ടിയെ അടക്കം നേരിൽ കണ്ടുകൊണ്ട് ഈ പരാതി ഉന്നയിച്ചിട്ടുണ്ട്. BJPയുടെ നേതാക്കളായ V മുരളീധരനോടും സുരേഷ് ഗോപിയോടും അടക്കം K സുരേന്ദ്രനോടും അടക്കം ഈ പരാതി ഉന്നയിച്ചിട്ടുണ്ട്. അവരെല്ലാം ഇത് പരിഹരിക്കാം എന്നുള്ള വാക്ക് ആ സ്ത്രീക്ക് നൽകി മടക്കി വിടുകയായിരുന്നു. പക്ഷേ അവരൊന്നും പരിഹരിച്ചില്ല. ഇപ്പോൾ പുതിയ പ്രസിഡന്റ് വന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ആ സ്ത്രീ പരാതി നൽകിയിരിക്കുന്നത്. പുതിയ പ്രസിഡന്റ് വന്ന പശ്ചാത്തലത്തിലെങ്കിലും ഇതിന് പരിഹാരം ഉണ്ടാവണം. ഇത്തരം ഒരു കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിലടക്കം ആ വിഷയത്തിൽ പ്രതിഷേധവുമായി മുന്നിൽ നിൽക്കുന്നത് C. കൃഷ്ണകുമാറാണ്. C. കൃഷ്ണകുമാർ അങ്ങനെ നിൽക്കാനുള്ള ധാർമ്മികമായ അവകാശമില്ല എന്നുള്ളതാണ് സ്ത്രീ പ്രധാനമായും പറയുന്നത്. എന്നാൽ അവരുടെ വാദത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ഇത് സ്വത്ത് തർക്കത്തിന്റെ ഭാഗമായി ബന്ധു നൽകിയ ഒരു കേസ് മാത്രമാണ്, അല്ലാതെ ഇതിൽ സ്ത്രീപീഡന പരാതി ഇല്ല എന്നുള്ള വാദമാണ് C. കൃഷ്ണകുമാർ പ്രധാനമായും ഉയർത്തുന്നത്. എന്തായാലും ഒരു പരാതി ഉണ്ട് എന്നത് വ്യക്തമായിരിക്കുന്നു. അക്കാര്യത്തിൽ പരാതി പരിശോധിക്കാമെന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു എന്നതും വ്യക്തമായിരിക്കുന്നു. പക്ഷേ അക്കാര്യത്തിൽ BJPയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇനി എങ്ങനെയാണ് ഈ പരാതിയെ BJP പൂർണ്ണമായും പരാതി തള്ളിക്കളയുകയാണോ അതോ കൃഷ്ണകുമാറിനെതിരെ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസ് എടുത്തതുപോലുള്ള നടപടി സ്വീകരിക്കുമോ? അത് സന്ദീപ് വാര്യർ വെല്ലുവിളിക്കുന്നത് അതുതന്നെയാണ്. കോൺഗ്രസ് ഒരു നടപടി സ്വീകരിച്ചു, ഇങ്ങനെ ഒരു പരാതി വന്നപ്പോൾ അതിൽ ശരി തെറ്റ് എന്താണ് എന്നൊന്നും കണ്ടെത്തിയിട്ടില്ല, തെറ്റുകാരനാണോ അല്ലയോ എന്നുള്ളതും കണ്ടെത്തിയിട്ടില്ല. പക്ഷേ അതിനു മുമ്പ് തന്നെ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു. ഇത്തരം ഒരു നിലപാട് BJP സ്വീകരിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഉയർത്തുന്നത്. BJP ഇനി രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം അല്ലെങ്കിൽ മറുപടിയാണ് ഇനി ഔദ്യോഗികമായി ലഭിക്കേണ്ടത്. അത്തരം ഒരു മറുപടിയിൽ നിന്ന് മാത്രമേ നമുക്ക് BJP ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് ഔദ്യോഗികമായി തിരിച്ചറിയാൻ കഴിയൂ. ശരി കിരൺ. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ ഉദയകുമാറിനെ ഉരുട്ടിക്കൊന്ന കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ട് ഹൈക്കോടതി. അന്വേഷണത്തിൽ CBIക്ക് ഗുരുതര വീഴ്ച പറ്റിയെന്ന് വ്യക്തമാക്കിയാണ് ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. ഒന്നാം പ്രതിയുടെ വധശിക്ഷയും റദ്ദാക്കി. വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് കുടുംബത്തിന് നിയമസഹായം നൽകുന്ന തിരുവനന്തപുരം ഡെപ്യൂട്ടി മേയർ PK രാജു പ്രതികരിച്ചു. വൈകാരികമായി പ്രതികരിച്ചും നിസ്സഹായത പങ്കുവച്ചും ഉദയകുമാറിന്റെ അമ്മ പ്രഭാവതി തന്റെ മകനെ പച്ചയ്ക്ക് തിന്നവരെ പുറത്തിറങ്ങാൻ അനുവദിക്കരുതെന്നും ഹൃദയമുണ്ടെങ്കിൽ കോടതി ഇങ്ങനെ പറയില്ലെന്നും കേസ് അട്ടിമറിക്കാൻ ആരോ കളിച്ചുവെന്നും അമ്മ പറഞ്ഞു. താൻ ഇനി എന്ത് ചെയ്യണമെന്നും എന്ത് മായയാണ് അവർ കാണിച്ചതെന്നും പ്രഭാവതി ചോദിച്ചു. ഇനി എന്തൊക്കെ ചെയ്യണം നിങ്ങൾ പറഞ്ഞു തരി, എനിക്ക് എന്തൊക്കെ ചെയ്യണമെന്ന്. നിങ്ങളെല്ലാവരും അന്ന് നിന്നല്ല, നിങ്ങൾ പറഞ്ഞു തരി, നിങ്ങളൊരു വാക്ക് പറഞ്ഞു തരി, എന്തൊക്കെ ചെയ്യണം ഞാൻ. എനിക്ക് തോന്നണില്ല ഈ കുടുംബരോഗി എന്തെങ്കിലും മായം കാണിച്ച് അമ്മ ആരെങ്കിലും ചെയ്തു വെച്ച് എന്നെ ചെയ്തു വെച്ചോ അല്ലെ ആരെങ്കിലും ചെയ്തു വെച്ച് ഇവൻ വെളിയിൽ ഇറങ്ങാന്ന് എനിക്കറിഞ്ഞൂടാ. തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ നടന്ന ഉരുട്ടിക്കൊല കേസിലെ 4 പ്രതികളെയുമാണ് ഇപ്പോൾ ഹൈക്കോടതി ഈ കേസിൽ വെറുതെ വിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ശ്രദ്ധേയമായൊരു നിരീക്ഷണവും കോടതി നടത്തിയിരിക്കുന്നത് CBI നടത്തിയ അന്വേഷണത്തിൽ ഒട്ടേറെ പഴുതുകളുണ്ടെന്നും കൃത്യമായ രീതിയിലല്ല കേസ് അന്വേഷിച്ചിരിക്കുന്നതെന്നെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ കേസിലെ പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നത്. ശിക്ഷിച്ച 4 പേരെയുമാണ് ഹൈക്കോടതി ഇതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. പോലീസുകാരായ K ജിതകുമാർ, DYSP ആയിരുന്ന അജിത് കുമാർ, SP ആയിരുന്ന EK സാബു, TK ഹരിദാസ് എന്നിവരെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വെറുതെ വിട്ടത്. ഒന്നാം പ്രതി ജിതകുമാറിന് വധശിക്ഷയും കോടതി റദ്ദാക്കിയിട്ടുണ്ട്. CBI കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച 2ാം പ്രതിയായ ശ്രീകുമാർ 2020 മരണപ്പെട്ടിരുന്നു. CBIക്ക് ഗുരുതര വീഴ്ച പറ്റിയെന്ന് തന്നെയാണ് ഈ ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണവുമായി വന്നിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ വിവാദങ്ങൾ, ഒട്ടേറെ രാഷ്ട്രീയ കോളിളക്കങ്ങൾ തന്നെ സൃഷ്ടിച്ച ഒരു കേസാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് മുഴുവൻ പേരെയും തന്നെ 4 പേരെയും തന്നെ കോടതി കുറ്റവിമുക്തരാക്കിയിരിക്കുന്നു എന്നത് തന്നെയാണ്. ഈ കേസിൽ അപ്പീൽ നൽകുമെന്നും ഉരുട്ടിക്കൊല എന്നത് നടന്നിട്ടുണ്ട്, ഇപ്പോൾ നഗ്നമായ ഒരു സത്യമാണ്. അതുകൊണ്ട് ഈ കേസിൽ അപ്പീൽ നൽകുമെന്നാണ് ഉദയകുമാറിന്റെ കുടുംബത്തെ സഹായിക്കുന്ന സാമൂഹ്യ പ്രവർത്തകൻ കൂടി രാഷ്ട്രീയക്കാരനും കൂടിയായ PK രാജു ഇതിനോട് പ്രതികരിച്ചത്. കേരള മനസാക്ഷിയെ ഞെട്ടിക്കുകയും പല കാലങ്ങളിലായി നിരന്തരം വാർത്തയാവുകയും ചെയ്തതാണ് ഉദയകുമാർ ഉരുട്ടിക്കൊല കേസ്. ഈ കേസിൽ വധശിക്ഷ വിധിക്കപ്പെട്ട പ്രതികളെ അടക്കമാണ് ഇപ്പോൾ ഹൈക്കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. എന്താണ് കേസെന്നും കേസിന്റെ നാൾവഴികളും നോക്കാം.
2005 സെപ്റ്റംബർ 27 പകൽ 2 മണിക്ക് തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരം പാർക്കിൽ നിന്നാണ് അന്നത്തെ ഫോർട്ട് സിഐ EK സാബുവിന്റെ പ്രത്യേക സ്ക്വാഡ് മോഷണക്കുറ്റം ആരോപിച്ച് ഉദയകുമാറിനെ കസ്റ്റഡിയിലെടുത്തത്. ആക്രിക്കടയിലെ ജീവനക്കാരനായിരുന്ന ഉദയകുമാറിന് നേരെ മാരകമായ 3ാം മുറ പോലീസ് പ്രയോഗിച്ചു. പോലീസുകാരായ ജിതകുമാറും ശ്രീകുമാറും ചേർന്ന് GI പൈപ്പ് കൊണ്ട് തുടയിൽ മാരകമായി അടിക്കുകയും ഉരുട്ടുമുറ പ്രയോഗിക്കുകയും ചെയ്തു. കൊടിയ പീഡനത്തെ തുടർന്ന് രാത്രി 8 മണിയോടെ ഉദയകുമാർ മരിച്ചു. തുടർന്ന് SI അജിത് കുമാറും CI EK സാബുവും ചേർന്ന് ഗൂഢാലോചന നടത്തി കള്ളക്കേസ് ചാർജ് ചെയ്തു. പ്രതികൾ തയ്യാറാക്കിയ FIR ASI രവീന്ദ്രൻ നായർക്കും ഹീരാലാലിനും കൈമാറി. റൈറ്റർ മധുസൂദനെ ഭീഷണിപ്പെടുത്തി അറസ്റ്റ് കാർഡും തയ്യാറാക്കി. പീഡനത്തിന് ഉപയോഗിച്ച ആയുധങ്ങളെല്ലാം മാറ്റി. വഴിയരികിൽ പരിക്കേറ്റ് കിടന്ന ഉദയകുമാറിനെ രാത്രി 8 മണിയോടെ സ്റ്റേഷനിൽ കൊണ്ടുവന്നുവെന്ന രേഖകളുണ്ടാക്കി. ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് മരണത്തിന്റെ 3ാം ദിനം RDOയുടെ സാന്നിധ്യത്തിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ മർദ്ദനത്തിന്റെ ഭീകരത പുറത്തുവന്നു. 2005 ഒക്ടോബർ 5 ഉരുട്ടിക്കൊലക്കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. 2007 ഒക്ടോബർ 17 അന്വേഷണം CBIയും ഏറ്റെടുത്തു. വിചാരണയ്ക്കിടയിൽ പല സാക്ഷികളും കൂറുമാറി. കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയ 5 പോലീസുകാരിൽ K ജിതകുമാറിനും SV ശ്രീകുമാറിനും 2018 ജൂലൈ 25 വധശിക്ഷ വിധിച്ചു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരടക്കം 5 പ്രതികളെയുമാണ് ഇപ്പോൾ ഹൈക്കോടതി വെറുതെ വിട്ടത്. റിസർച്ച് ഡെസ്ക് ന്യൂസ് 18. ആലപ്പുഴ തോട്ടപ്പള്ളിയിലെ വയോധികയുടെ കൊലപാതകത്തിൽ അന്വേഷണ സംഘത്തെ കുഴക്കി പ്രതികൾ. കൊലപാതകം നടത്തിയത് താനെന്ന നിലപാടിലാണ് സൈനുൽ അബ്ദീൻ. എന്നാൽ തലയണ ഉപയോഗിച്ച് കൊലപ്പെടുത്തിയത് ഭർത്താവല്ല താനാണെന്ന് അനീഷയും ആവർത്തിക്കുന്നു. ബലപ്രയോഗത്തിനിടെ കഴുത്ത് ഞെരിച്ചുവെന്ന് ആദ്യം അറസ്റ്റിലായ അബൂബക്കറും മൊഴി നൽകിയതോടെ മരണം എങ്ങനെയെന്ന് സ്ഥിരീകരിക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. അതിനിടെ വയോധിക കൊല്ലപ്പെട്ടത് പുറംലോകം അറിയുന്നതിന് 2 മണിക്കൂർ മുമ്പ് മരണവിവരം അബൂബക്കർ മറ്റൊരാളോട് പങ്കുവച്ചു എന്ന മൊഴിയും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. തോട്ടപ്പള്ളിയിലെ വയോധികയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട നിർണായക വഴിത്തിരിവുകളാണ് കേസിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഈ കൊലപാതകം നടത്തിയത് അബൂബക്കർ, നമുക്കറിയാം ആദ്യഘട്ടത്തിൽ അബൂബക്കർ എന്ന വ്യക്തി താനാണ് കൊലപ്പെടുത്തിയെന്നുള്ള രീതിയിൽ പോലീസിനോട് സമ്മതിച്ചിരുന്നു. പോലീസ് അബൂബക്കർ എന്ന വ്യക്തിയാണ് പ്രതി എന്നുള്ള രീതിയിൽ മാധ്യമങ്ങൾക്ക് മുന്നിലടക്കം അവതരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് അബൂബക്കർ അല്ല, അതിനകത്ത് മറ്റു 2 പേർ, അതായത് വയോധികയുടെ ഈ നഷ്ടപ്പെട്ടു പോയ ഫോൺ ഓൺ ആവുകയും അതിന്റെ ആ സിഗ്നൽ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ മറ്റു 2 പേർ, അതായത് തൃക്കുന്നപ്പുഴ സ്വദേശികളായ സൈനുൽ അബ്ദീനും ഭാര്യ അനീഷയും ഈ കേസിൽ അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്ന കാര്യമെന്ന് പറയുന്നത് 3 പേരും കൊലപാതകം നടത്തി എന്നുള്ള രീതിയിൽ ഉള്ള ഒരു കുറ്റസമ്മത മൊഴി പോലീസിന് നൽകിയിരുന്നു എന്നുള്ളതാണ്. അതിൽ ആദ്യഘട്ടത്തിൽ അബൂബക്കർ അങ്ങനെ ഒരു മൊഴി നൽകിയിരുന്നു. എന്നാൽ അബൂബക്കർ അവിടെ ഒരു ബലാത്കാരം മാത്രമാണ് നടന്നിട്ടുള്ളതെന്നും ബോധരഹിതയായാണ് ആ സ്ത്രീ വയോധിക വീണിട്ടുള്ളതും എന്നുമുള്ള ഒരു നിഗമനത്തിലേക്ക് പിന്നീട് സൈനുൽ അബ്ദീനും ഭാര്യ അനീഷയും കേസിൽ എത്തിയതോടുകൂടി അങ്ങനൊരു നിഗമനത്തിലേക്ക് പോലീസ് മാറിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ കൊലപാതക ദിവസം, അതായത് ഈ വയോധിക മരണപ്പെട്ടു എന്ന് പുറം ലോകം അറിയുന്ന ദിവസം വൈകിട്ട് 4:30 അത് അറിയുന്നത്. എന്നാൽ ഉച്ചയ്ക്ക് 2 മണിക്ക് 2:30 തന്നെ ഈ അബൂബക്കർ ഈ വിവരം തോട്ടപ്പള്ളിയിലുള്ള മറ്റൊരാളോട് പങ്കുവച്ചിരുന്നു. അതായത് ഈ മരിച്ച വയോധിക കൊല്ലപ്പെട്ടു, അവരെ ആരോ കൊലപ്പെടുത്തി എന്നുള്ള വിവരം ഇയാൾ പങ്കുവച്ചിരുന്നു എന്നുള്ള നിർണായക മൊഴി പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഈ സ്ത്രീ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് പൊട്ടലേറ്റതായിട്ടുള്ള വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ട്. എന്നാൽ കഴുത്ത് ഞെരിച്ചു, അതായത് ബലാത്കാരത്തിനിടയിൽ കഴുത്തിൽ അമർത്തി പിടിച്ചു എന്നുള്ളത് ഈ അബൂബക്കർ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു കാര്യം ഇവരും, അതായത് രണ്ടാമത് പിടിച്ച ആളുകൾ, കൊലപ്പെടുത്തി എന്ന് പറയുന്ന ആളുകൾ ആ മൊഴി അത് നൽകുന്നില്ല എന്നുള്ളതാണ്. അതായത് അവർ പറയുന്നത് അകത്തേക്ക് വന്നപ്പോൾ ഇവർ ഉറങ്ങിക്കിടക്കുകയായിരുന്നു, വയോധിക ഉറങ്ങിക്കിടക്കുകയായിരുന്നു. മാത്രമല്ല അവരുടെ മുഖത്ത് തലയിണ ഉപയോഗിച്ച് അമർത്തി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്നുള്ള വിവരമാണ് ഈ സൈനുൽ അബ്ദീനും ഭാര്യ അനീഷയും പറയുന്നത്. അവിടെയും അന്വേഷണ സംഘത്തിനെ കുഴയ്ക്കുന്നു എന്നുള്ളതാണ്. അതായത് സൈനുൽ അബ്ദീൻ പറയുന്ന മൊഴി തന്നെ അനീഷയും പറയുന്നു എന്നുള്ളതാണ്. അതായത് സൈനുൽ അബ്ദീൻ പറയുന്നു വയോധികയെ തലയണ ഉപയോഗിച്ച് കൊലപ്പെടുത്തിയത് താനാണ് എന്ന് കുറ്റസമ്മത മൊഴി അയാൾ നൽകുന്നു. അബൂബക്കർ ആ വീടിനകത്ത് ഉണ്ടായിരുന്ന സമയത്ത് തങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് ഇവർ നൽകിയിട്ടുള്ള മൊഴി. എന്നാൽ അനീഷ നൽകിയ മൊഴി, ഈ സൈനുൽ അബ്ദീന്റെ ഭാര്യ അനീഷ നൽകിയ മൊഴിയും
താനാണ് തലയണ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നുള്ളതാണ്. അതായത് ഈ 3 പേരും പോലീസിനോട് സമ്മതിച്ചിരുന്നു, തങ്ങളാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള രീതിയിൽ സമ്മതിച്ചിരുന്നു എന്നുള്ളതാണ്. ഇതിൽ ആരാണ് കൊലപ്പെടുത്തിയെന്നുള്ള ഒരു കൃത്യമായ നിഗമനത്തിലേക്ക് അന്വേഷണ സംഘത്തിന് ഇതുവരെ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ കഴുത്തിലെ തൈറോയിഡിൽ ഉണ്ടായ പൊട്ടൽ പോലെയുള്ള ആ ഫ്രാക്ചർ അത് ഒരു മരണകാരണത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള ഒന്നല്ല എന്നുള്ള നിഗമനം ഉൾപ്പെടെ വന്നിട്ടുണ്ട്. അതായത് ശ്വാസം മുട്ടി ആണ് മരിച്ചതെന്നുള്ള കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘത്തിന് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇതിനിടയിൽ എവിടെയോ ആണ് ഈ കേസിന്റെ സത്യം എന്നുള്ളതാണ്. എന്തായാലും ഈ 3 പേരും കുറ്റസമ്മതം മൊഴി നൽകുന്നു. രണ്ടാമത് വയോധികയുടെ ഫോൺ ഓണായതോടുകൂടി ഈ സൈൻലാബ്ദിനും ഒപ്പം തന്നെ അനീഷയും അറസ്റ്റിലാവുകയും ഇവർ 2 പേരും പറയുന്നു തങ്ങൾ തന്നെയാണ് തലയണ ഉപയോഗിച്ച് താൻ കൊലപ്പെടുത്തിയെന്ന്. അനീഷയും അതല്ല സൈൻലാബ്ദിനാണ് കൊലപ്പെടുത്തിയെന്ന് സൈൻലാബ്ദിനും സമ്മതിക്കുന്നു. തുടക്കത്തിൽ അബൂബക്കറിന്റെ നിർണായകമായ ഒരു മൊഴി നിൽക്കുകയും പിന്നീട് ഇപ്പോൾ ഇവരെ കൊലപ്പെടുത്തി എന്നുള്ള രീതിയിൽ മരണം സംഭവിക്കുന്ന അല്ലെങ്കിൽ ഈ മരണവിവരം പുറം ലോകത്തേക്ക് അറിയുന്നതിന് 2 മണിക്കൂർ മുമ്പ് അബൂബക്കർ തോട്ടപ്പള്ളി സ്വദേശിയോട് ഇവർ കൊല ചെയ്യപ്പെട്ടു എന്നുള്ള വിവരം പങ്കുവെക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ആകെ കുഴഞ്ഞു മറഞ്ഞ രീതിയിലാണ് ഈ അന്വേഷണം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വ്യക്തമായൊരു അല്ലെങ്കിൽ ഒരു വ്യക്തതയിലേക്ക് അന്വേഷണ സംഘത്തിന് ഇപ്പോഴും എത്താൻ കഴിഞ്ഞിട്ടില്ല. എങ്കിൽ പോലും അവർ നിൽക്കുന്നത് അനീഷും സൈൻലാബ്ദിനും അനീഷയും ചേർന്ന് കൊലപ്പെടുത്തി എന്നുള്ളതാണ്. ഒരുപക്ഷെ അവിടെ അബൂബക്കർ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ബലാത്കാരത്തിനിടയിൽ അവർ ബോധരഹിതയായി പോയതാകാം എന്നുള്ള രീതിയിൽ ഉള്ള ഒരു വിലയിരുത്തലും ഉണ്ടെങ്കിൽ പോലും ഇതിലൊരു കൃത്യമായ വ്യക്തത ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അന്വേഷണ സംഘം ഇപ്പോഴും അന്വേഷണ സംഘത്തെ കുഴച്ചുകൊണ്ട് തന്നെയാണ് ഈ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ നിന്നും 6 വർഷം മുമ്പ് കാണാതായ വിജിൽ എന്ന യുവാവിനെ കുഴിച്ചുമൂടിയെന്ന കേസിൽ മൃതദേഹം കണ്ടെത്താനായി സരോവരത്തെ ചതുപ്പിൽ മണ്ണ് നീക്കം ചെയ്ത് പരിശോധന നടത്തുകയാണ്. 1-ാം പ്രതി നിഖിലിനെ സ്ഥലത്തെത്തിച്ചാണ് അന്വേഷണ സംഘം പരിശോധന നടത്തുന്നത്. കോഴിക്കോട് സരോവരത്തെ ചതുപ്പ് നിലത്തിൽ വിജിലിന്റെ മൃതദേഹം കുഴിച്ചിട്ടെന്ന പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രദേശത്ത് പരിശോധന ആരംഭിച്ചത്. 1-ാം പ്രതി നിഖിലിനെ സ്ഥലത്തെത്തിച്ചാണ് പരിശോധന. മെഡിക്കൽ ഫോറൻസിക് ഉദ്യോഗസ്ഥർ, പോലീസ് ഫോറൻസിക് സയന്റിഫിക് ഉദ്യോഗസ്ഥർ, തഹസീൽദാർ എന്നിവർ സ്ഥലത്തുണ്ട്. യുവാവിന്റെ മൃതദേഹം താഴ്ത്തിയ സ്ഥലം പ്രതി അന്വേഷണ സംഘത്തെ കാണിച്ചതോടെ ചതുപ്പിലെ വെള്ളം വറ്റിച്ചാണ് പരിശോധന. കേസിൽ 1-ാം പ്രതി എരിഞ്ഞപ്പാലം സ്വദേശി നിഖിൽ, 3-ാം പ്രതി വേങ്ങേരി സ്വദേശി ദീപേഷ് എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, സംഘം ചേർന്നുള്ള കുറ്റകൃത്യം, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയവയാണ് പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ. വിജിലിന്റെ ബൈക്കും മൊബൈൽ ഫോണും കല്ലായി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഉപേക്ഷിച്ചുവെന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകിയിരുന്നു. ഇതിനു പിന്നാലെ സ്റ്റേഷന് സമീപത്തെ കാട്ടിൽ നിന്നും ബൈക്ക് കണ്ടെടുത്തിരുന്നു. അമിത അളവിൽ ലഹരിമരുന്ന് നൽകിയതിനെ തുടർന്ന് വിജിൽ മരിച്ചതോടെ സരോവരം പാർക്കിൽ കുഴിച്ചിട്ടെന്നാണ് പ്രതികളുടെ മൊഴി. ചതുപ്പിൽ താഴ്ത്തി 8 മാസങ്ങൾക്ക് ശേഷം വിജിലിന്റെ അസ്ഥികൾ കുഴിച്ചെടുത്ത് കടലിൽ ഒഴുക്കിയതായും സംസ്കാരക്രിയകൾ ചെയ്തതായും പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട്. മരണാനന്തര ചടങ്ങുകൾ നടത്തിയത് കോഴിക്കോട് വരക്കൽ കടപ്പുറത്താണെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ കർമ്മങ്ങൾ നടത്തിയ പുരോഹിതനെ കണ്ടെത്താനുള്ള അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. കസ്റ്റഡി കാലാവധിയായ 3 ദിവസത്തിനുള്ളിൽ തന്നെ പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. കേസിൽ ഒളിവിലുള്ള പ്രതി രഞ്ജിത്തിനായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. അനധികൃത സ്വത്ത് സമ്പാദന കേസിലെ DGP MR അജിത് കുമാറിന് ആശ്വാസം. തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഹർജി അവധിക്കാലത്തിന് ശേഷം ഹൈക്കോടതി പരിഗണിക്കും. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ DGP MR അജിത് കുമാറിന് ആശ്വാസമായിരിക്കുന്ന നടപടിയാണ് ഇപ്പോൾ ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നത്. അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കിയ വിജിലൻസ് കോടതി നടപടിയാണ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ നടപടിക്രമങ്ങൾ പാലിക്കാതെയുള്ള ഒരു അന്വേഷണം വിജിലൻസ് കോടതി നടത്തിയത് എന്നുള്ള കാര്യം വ്യക്തമാക്കണം. അതുമാത്രമല്ല, വിജിലൻസ് DYSP ആണ് അന്വേഷണം നടത്തിയത്. വിജിലൻസ് SP-യുടെ മേൽനോട്ടത്തിലാണ്, അതായത് സല്യൂട്ട് അടിക്കേണ്ടുന്ന ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് DGP അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തുന്നത്, അതിന്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കണം. ഇതിന് പ്രോസിക്യൂഷൻ അനുമതി വാങ്ങിയിട്ടുണ്ടോ, ഏതൊക്കെ തരത്തിലുള്ള അന്വേഷണങ്ങളാണ് നടത്തിയിട്ടുള്ളത്, ഏതൊക്കെ നടപടിക്രമങ്ങളാണ് പാലിച്ചിട്ടുള്ളത്, ഇക്കാര്യത്തിലൊക്കെ വളരെ വ്യക്തത വേണമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ വിജിലൻസ് കോടതിയുടെ ഉത്തരവ് റദ്ദ് ചെയ്തുകൊണ്ടുള്ള സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ കേസിൽ വിശദമായ വാദം സെപ്റ്റംബർ 12-ന് കേൾക്കും. അതായത് ഓണക്കാല അവധിക്ക് ശേഷം മാത്രമേ നിലവിൽ ഈ കേസ് പരിഗണിക്കുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. കേസ് അന്വേഷണം സംബന്ധിച്ച് വിജിലൻസ് സ്വീകരിച്ച നടപടിക്രമങ്ങളെല്ലാം ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തണം. അതുപോലെ മുൻകൂർ അനുമതി വാങ്ങിയിരുന്നു, വിജിലൻസ് അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് മുൻകൂർ അനുമതി വാങ്ങിയിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കണം.
ഇതിന് മാത്രമല്ല ഈ കേസിൽ പാലിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ വിശദമായി ഹൈക്കോടതിയെ അറിയിക്കാനുമുണ്ട്. വിശദമായ അന്വേഷണം നടത്തിയ ശേഷമാണ് തനിക്ക് അനധികൃത സ്വത്ത് സമ്പാദനമില്ല എന്നുള്ള കാര്യത്തിൽ തനിക്ക് ക്ലീൻ ചിറ്റ് കിട്ടിയത്. അതിന് ആ ഉത്തരവാണ് വിജിലൻസ് കോടതി റദ്ദ് ചെയ്തത്. അത് പരിശോധിക്കണമെന്നും ആ നടപടിക്രമങ്ങൾ റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് MR അജിത് കുമാർ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചത്. അതിലാണ് ഹൈക്കോടതിയുടെ നടപടി. അതേസമയം മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾക്കെതിരെ സർക്കാർ കോടതിയിൽ എത്തിയിട്ടുണ്ട്. അതിന് വീണ്ടും മറ്റൊരു ഹർജി കൂടി നൽകുമെന്നാണ് അറിയുന്നത്. എന്തായാലും വീണ്ടും ഹർജി ഈ മാസം, അതായത് ഓണക്കാല അവധിക്ക് ശേഷം ഹർജി വീണ്ടും പരിഗണിക്കുന്നതാണ്. അനധികൃത സ്വത്ത് സമ്പാദനം, അതുപോലെ കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം, കുറവൻകുളത്തെ ഫ്ളാറ്റ് വിൽപ്പന, മാത്രമല്ല മലപ്പുറം SP ക്യാമ്പ് ഹൗസിലെ മരമുറി തുടങ്ങിയ ആരോപണങ്ങളായിരുന്നു ADGP അജിത് കുമാറിനെതിരെ PV അൻവർ ഉന്നയിച്ചത്. ബലാത്സംഗ കേസിൽ റാപ്പർ വേടന് മുൻകൂർ ജാമ്യം. ഹൈക്കോടതിയാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. അടുത്ത മാസം 9-ന് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. യുവ ഡോക്ടറെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന കേസിൽ റാപ്പർ വേടന് മുൻകൂർ ജാമ്യം നൽകിയിരിക്കുകയാണ് കോടതി. ഈ ഒരു കാലഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കണമെന്നാണ് കോടതി നിർദ്ദേശം. അതേസമയം ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 9, 10 തീയതികളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ വേടൻ ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം പരാതിക്കാരിയോട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള കാരണം നിലനിൽക്കില്ല എന്നായിരുന്നു കോടതി നേരത്തെ മുതലേ ഈ വാദമുഖങ്ങളിലെല്ലാം കോടതി ഉന്നയിച്ചിരുന്ന ഒരു കാര്യം. പ്രത്യേകിച്ചും വിവാഹ വാഗ്ദാനം നൽകിയത് പരസ്പരം റിലേഷൻഷിപ്പിലിരിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ലൈംഗിക ബന്ധം, അതല്ലെങ്കിൽ ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധം എങ്ങനെയാണ് ബലാത്സംഗമാകുന്നത് എന്ന് കോടതി ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വേടന് ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലൊക്കെ, അതായത് മുൻകൂർ ജാമ്യം നൽകിയില്ലെങ്കിൽ അത് നീതി നിഷേധമാകും എന്നാണ് കോടതിയുടെ നിരീക്ഷണം. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിൻ്റെതാണ് വിധി. എന്തായാലും ഈ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി, അതായത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി ഉത്തരവ് വന്നിരിക്കുകയാണ്. വേടന് മുൻകൂർ ജാമ്യം നൽകിയിട്ടുണ്ട്. പരാതിക്കാരിയുടെ പരാതി അനുസരിച്ച് സാമ്പത്തികമായി തന്നെ ചൂഷണം ചെയ്തു എന്നുണ്ട്. അതിന്റെ കൃത്യമായ രേഖകളും പരാതിക്കാരി കോടതിയിൽ പോലീസിന് മുൻപാകെ ഹാജരാക്കിയിട്ടുണ്ട്. ഇത്തരം ഈ കേസുകൾ എടുക്കുമ്പോഴും വേടനെതിരെ ഇത്തരം പരാതികൾ നിരന്തരം ആവർത്തിക്കപ്പെടുന്നുവെന്നാണ് ഈ അഭിഭാഷക, അതായത് പരാതിക്കാരിയുടെ അഭിഭാഷക കോടതിയെ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയാണ്. മറ്റൊരു പരാതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ വേടന്റെ എതിരെ വന്ന പരാതി വന്ന ദിവസം തന്നെ വേടൻ ഒളിവിൽ പോയിരുന്നു. വേടനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും വേടനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞില്ല. അത് വലിയ വിമർശനങ്ങൾക്കാണ് ഇടയാക്കിയത്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ മുൻകൂർ ജാമ്യം നൽകുന്ന സാഹചര്യത്തിൽ വരെയും വേടനെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയ വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. എന്തായാലും വേടന് ഇപ്പോൾ മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. അതേസമയം മറ്റൊരു സംഗീത വിഷയവുമായി ബന്ധപ്പെട്ട PhD ചെയ്യുന്ന പെൺകുട്ടി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കമ്മ്യൂണിക്കേഷനിടയിൽ വേടൻ തന്നെ ഫ്ലാറ്റിലേക്ക് വിളിച്ച് പീഡിപ്പിച്ചു എന്നുള്ള പരാതി നിലനിൽക്കുന്നുണ്ട്. അത് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിട്ടുണ്ട്. കൊച്ചിയിലെ സെൻട്രൽ പോലീസ് ആ കേസ് അന്വേഷിക്കുന്നുമുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടന്നു വരുന്നുമുണ്ട്. എന്നിരുന്നാൽ പോലും കോഴിക്കോട് സ്വദേശിനിയായ യുവ ഡോക്ടറുടെ പരാതിയിന്മേൽ തന്നെ ആദ്യമായി ചുംബിച്ചതുപോലും ഇത്തരത്തിൽ അനുവാദമില്ലാതെയാണ്. അതല്ലെങ്കിൽ ആദ്യമായി തന്നെ ഇത്തരത്തിൽ ലൈംഗിക ബന്ധത്തിന് ഉപയോഗപ്പെടുത്തിയത് പോലും അനുമതിയില്ലാതെയാണ് എന്നുള്ള നിലപാടിൽ പരാതിക്കാരി ഉറച്ചു നിൽക്കുന്നുണ്ട്. തുടർന്ന് ഈ റിലേഷൻഷിപ്പിലേക്ക് പോവുകയായിരുന്നു. അതേസമയം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള കാര്യം വേടൻ നിഷേധിക്കുന്നുണ്ട്. ഈ 2021 ശേഷം ഈ താൻ വിഷാദ രോഗത്തിന് അടിമയായിരുന്നു. അതുകൊണ്ടാണ് പരാതി നൽകാതിരുന്നത്. പരാതി നൽകാൻ ഇത്രയും കാലതാമസമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എന്ന് പരാതിക്കാരി കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ വേടന് മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 9, 10 തീയതികളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണം തുടങ്ങിയ ഉപാധികളോടുകൂടിയാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ രാഹുൽ മാങ്കൂട്ടത്തലിന് വീണ്ടും കുരുക്ക്. രാഹുൽ മാങ്കൂട്ടത്തലിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യും. ശനിയാഴ്ച ഹാജരാകാനാണ് നോട്ടീസ്. പ്രതികളുടെ ശബ്ദരേഖയിൽ രാഹുലിന്റെ പേരും പരാമർശിക്കപ്പെട്ടതോടെയാണ് നോട്ടീസ് നൽകിയത്. രാഹുലിന്റെ ഐഫോൺ പരിശോധിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ധർമ്മസ്ഥല കേസിൽ SIT അന്വേഷണം ഊർജിതം. ശുചീകരണ തൊഴിലാളി ചിന്നയ്യയെ എത്തിച്ച് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹിയുടെ വീട്ടിൽ മണിക്കൂറുകൾ നീണ്ട പരിശോധന നടത്തി. ഇയാളുടെ വീട്ടിൽ നിന്നും CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള നിർണായക തെളിവുകൾ കണ്ടെടുത്തു. ശുചീകരണ തൊഴിലാളി ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണുകളും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന ആരോപണം ശക്തമാക്കുന്നതിനിടെയാണ് പരിശോധന. ധർമ്മസ്ഥല കേസ് വഴിത്തിരിവുണ്ടായതിനു പിന്നാലെ ആക്ഷൻ കമ്മിറ്റി നേതാവിനെ കേന്ദ്രീകരിച്ചാണ് SIT അന്വേഷണം.
ജസ്റ്റിസ് ഫോർ സൗജന്യ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹി മഹേഷ് ഷെട്ടി തിമരോടിയുടെ ഉജിരയിലെ വീട്ടിൽ SIT സംഘം പരിശോധന നടത്തി. വൻ സന്നാഹത്തോടെ എത്തിയ സംഘത്തിന്റെ പരിശോധന മണിക്കൂറുകളോളം നീണ്ടു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഡിജിറ്റൽ തെളിവുകൾ ഇവിടെ നിന്നും പോലീസ് കണ്ടെടുത്തു. ശുചീകരണ തൊഴിലാളി ദിവസങ്ങളോളം താമസിച്ചിരുന്നത് മഹേഷ് ഷെട്ടിയുടെ വീട്ടിലായിരുന്നു. ഇയാളുടെ വീട് കേന്ദ്രീകരിച്ചാണ് ഗൂഢാലോചന നടന്നതെന്നാണ് ഉയരുന്ന ആക്ഷേപം. ഇതിനിടെ കസ്റ്റഡിയിലുള്ള ശുചീകരണ തൊഴിലാളി ചിന്നയ്യ ഉപയോഗിച്ചിരുന്ന 6 മൊബൈൽ ഫോണുകളും SIT കണ്ടെടുത്തു. ഇതിൽ നിന്നും നിർണായക തെളിവുകൾ അടങ്ങുന്ന ദൃശ്യങ്ങൾ കണ്ടെടുത്തെന്നാണ് ലഭിക്കുന്ന സൂചന. 10 ദിവസത്തേക്കാണ് ചിന്നയ്യെ SIT കസ്റ്റഡിയിൽ അനുവദിച്ചത്. ന്യൂസ് 18 ധർമ്മസ്ഥല. ഇടവേള. പ്രമോദേട്ടനെ മറക്കുന്ന ഏത് മലയാളിയുള്ളത്? ഒരു ടീമിൽ ഇത്ര ആളുകൾ മത്സരിക്കുന്ന വേറെ ഒരു മത്സരമില്ല. ദൈവത്തോർത്ത് ഇറക്കി തരാം. പ്രമോദേട്ടൻ ഇപ്പൊ നിന്നിട്ടുണ്ട്. സൂപ്പറാടാ, സൂപ്പർ. ഇന്ത്യക്കെതിരെ അമേരിക്ക ചുമത്തിയ 25% പിഴ തീരുവ നാളെ മുതൽ പ്രാബല്യത്തിൽ. റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നുവെന്ന പേരിലാണ് അധിക തീരുവ ചുമത്തുന്നത്. ഇതോടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ട്രംപ് ഭരണകൂടം ചുമത്തുന്ന ആകെ അധിക തീരുവ 50%ലേക്ക് ഉയരും. ഇന്ത്യൻ സമയം നാളെ രാവിലെ 9:30 മുതലാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് US ചുമത്തി 25% പിഴ തീരുവ പ്രാബല്യത്തിൽ വരിക. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നടന്ന ചർച്ചകൾ പരാജയപ്പെട്ടതോടെയാണ് നടപടി. കഴിഞ്ഞ ദിവസം നടന്ന 2+2 വ്യാപാര വിഷയങ്ങൾ ചർച്ചയായെങ്കിലും തീരുമാനമായില്ല. തീരുവയെക്കുറിച്ച് സംസാരിക്കാൻ ഡൊണാൾഡ് ട്രംപ് 4 വട്ടം നരേന്ദ്രമോദിയെ വിളിച്ചിട്ടും മറുപടിയുണ്ടായില്ലെന്നും റിപ്പോർട്ടുണ്ട്. ജർമ്മൻ പത്രം ഫ്രാങ്ക്ഫർട്ടർ അൽഗമൈനിൽ നൽകിയ റിപ്പോർട്ട് വിദേശകാര്യ മന്ത്രാലയം നിഷേധിച്ചിട്ടില്ല. ഇന്ത്യക്കും USനുമിടയിൽ നിലവിൽ $87.3 ബില്യൺ കച്ചവടമാണ് നടക്കുന്നത്. പിഴത്തീരുവ പ്രാബല്യത്തിൽ വന്നാൽ ഇതിൽ പകുതിയോളം മേഖലകൾ പ്രതിസന്ധിയിലാകും. പ്രധാനമായും വസ്ത്രം, ആഭരണങ്ങൾ, രത്നങ്ങൾ, യന്ത്രസാമഗ്രികൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവ വൻ നഷ്ടം നേരിടും. ഈ മേഖലകളിൽ വൻ തൊഴിൽ നഷ്ടവും സംഭവിച്ചേക്കാമെന്നാണ് വിലയിരുത്തൽ. തിരുപ്പൂർ, നോയിഡ, സൂറത്ത് എന്നിവിടങ്ങളിലെ വസ്ത്രനിർമ്മാണ ഫാക്ടറികൾ ഇതിനോടകം പ്രവർത്തനം നിർത്തിവെച്ചിട്ടുണ്ട്. ഇന്ത്യൻ വസ്ത്രങ്ങൾക്കും ആഭരണങ്ങൾക്കും ഉണ്ടാകുന്ന നഷ്ടത്തിൽ നേട്ടം കൊയ്യുന്നത് ബംഗ്ലാദേശ്, വിയറ്റ്നാം, ഇന്തോനേഷ്യ, ചൈന എന്നീ രാജ്യങ്ങളാണ്. പിഴത്തീരുവ പ്രാബല്യത്തിൽ വന്നാൽ ഇന്ത്യയുടെ GDPയിൽ 1% കുറവ് വരാനും സാധ്യതയുണ്ട്. എന്നാൽ അമേരിക്ക ചുമത്തുന്ന അധിക തീരുവയിൽ നിന്ന് മരുന്നുകൾ, സ്മാർട്ട് ഫോണുകൾ, ചിപ്പുകൾ, കമ്പ്യൂട്ടർ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് ഇളവ് നൽകിയിട്ടുണ്ട്. ഈ മാസം 7 മുതലാണ് അമേരിക്ക ഇന്ത്യക്ക് മേൽ ചുമത്തിയ ആദ്യഘട്ട തീരുവ നിലവിൽ വന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൂടുതൽ വിവരങ്ങളുമായി അജയ് സുധാ ബിജു ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും. അജയ്, നാളെ മുതൽ പിഴത്തീരുവ പ്രാബല്യത്തിൽ വരികയാണ്. 25% കൂടിയാകുമ്പോൾ അധിക തീരുവ 50%ലേക്ക് ഉയരും. ഏത് രീതിയിൽ നമ്മളെ അത് ബാധിക്കും, എങ്ങനെ മറികടക്കും അത്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വസ്ത്രമേഖല, അതുപോലെ തന്നെ ആഭരണ മേഖല എന്നിവയാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ വിപണിയിൽ ഇത് ബാധിക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടും വലിയൊരു തോതിലുള്ള തൊഴിൽ നഷ്ടവും ഈ മേഖലയെ സംബന്ധിച്ച് ഇപ്പോൾ നടക്കാനും ഇടയുണ്ട്. ഇപ്പോൾ 3 സ്ഥലങ്ങളിലുള്ള സൂറത്ത്, പിന്നെ സൂറത്ത് ഉൾപ്പെടെയുള്ള 3 സ്ഥലങ്ങളിൽ ഇതിൻ്റെ വസ്ത്രനിർമ്മാണ ഫാക്ടറികൾ ഇപ്പോൾ നിലവിൽ അടച്ചിട്ടുമുണ്ട്. ഈ കഴിഞ്ഞ 7-ാം തീയതിയാണ് ആദ്യഘട്ടത്തിൽ 25% തീരുവ നിലവിൽ വന്നത്. അന്നു മുതൽ തന്നെ ഇന്ത്യൻ വിപണി കടുത്ത പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോഴാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ അടുത്ത 25% കൂടി തീരുവയായി ചുമത്തുന്നത്. അപ്പോൾ അത് നാളെ ഇന്ത്യൻ സമയം 9:30 മുതലാണ് നിലവിൽ വരാൻ പോകുന്നത്. ഇതുകൂടി നിലവിൽ വരുന്നതോടുകൂടി കച്ചവടക്കാർ കടുത്ത ഒരു പ്രതിസന്ധിയിലേക്ക് കടന്നു പോകും. കേരളത്തെ ഉൾപ്പെടെ ഇത് കടുത്ത രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ, അതുപോലെ തന്നെ സമുദ്രോൽപ്പന്നങ്ങൾ,
രാജ്യങ്ങൾ എന്നിവയെല്ലാം ഇത് ബാധിച്ചേക്കാൻ സാധ്യതയുണ്ട്. US-മായി നടത്തുന്ന ടോട്ടൽ ബിസിനസ് $87.3 ബില്യൺ. ഇതിലേതാണ്ട് 10-20 ബില്യൺ ബിസിനസ് വസ്ത്രവ്യാപാരവും അതുപോലെ തന്നെ ആഭരണ മേഖലയും മാത്രമായിട്ട് നടത്തുന്നു. മറ്റ് കരകൗശല വസ്തുക്കളും പിന്നെ ഭക്ഷണം പോലെയുള്ള സാധനങ്ങളും ഇതെല്ലാം $6 ബില്യൺ പിന്നെ അതുപോലെ തന്നെ $2-3 ബില്യൺ ബിസിനസ് വരെ നടക്കുന്നുണ്ട്. ഇന്ത്യ US-നും ഇടയിലുള്ള ബിസിനസ് മൊത്തം $500 ബില്യൺ ആകണമെന്നുള്ള ഒരു ധാരണയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും എത്തിയിരുന്നു. ഇത് സംബന്ധിച്ച് ഈ ഫെബ്രുവരിയിൽ വൈറ്റ് ഹൗസിൽ ചർച്ച നടന്നിരുന്നു. എന്നിട്ടാണ് അമേരിക്ക ഇത്തരത്തിൽ ഇന്ത്യക്ക് നേരെ കടുത്ത നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. ഒരു വ്യാപാര കരാർ 5 ഘട്ട ചർച്ചകളും പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരത്തിൽ കടുത്ത നടപടി സ്വീകരിച്ചത്. 2+2 ചർച്ചകളും പരാജയപ്പെട്ടത് കാരണം ഇതിലൊരു സമവായത്തിലെത്താൻ സാധിച്ചിരുന്നില്ല. 2+2 ചർച്ചയിൽ പ്രധാനമായിട്ടും പ്രതിരോധ മേഖല ഉൾപ്പെടെയാണ് ചർച്ചയായതെങ്കിലും വ്യാപാര മേഖല ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഡിസ്കസ് ചെയ്തിരുന്നു. 2 രാജ്യത്തെ നേതാക്കളുമായി ജൂൺ 17 അവസാനമായി ടെലിഫോൺ വഴി ചർച്ച നടന്നത്. അതിനുശേഷം മോദിയെ 4 തവണ ബന്ധപ്പെടാനായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമിച്ചെങ്കിലും മോദി സംസാരിക്കാനായി തയ്യാറായില്ലെന്ന് ഒരു ജർമ്മൻ മാധ്യമം പുറത്തുവിട്ടിരുന്നു. വിദേശകാര്യ മന്ത്രാലയം ഇത് നിഷേധിച്ചിട്ടുമില്ല. എന്തായാലും US-ന്റെ ഈ ഏകപക്ഷീയമായിട്ടുള്ള പിഴത്തീരുവയിൽ കടുത്ത നിലപാടിൽ തന്നെയാണ് ഇന്ത്യ. US-ന്റെ ഈ സമ്മർദ്ദം കാരണം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തില്ല എന്നും ഇന്ത്യ നിലവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അശ്വതി. ശരി, അജയ് സുധ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. ബീഹാറിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയിൽ അണിചേർന്ന തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ജനാധിപത്യം സംരക്ഷിക്കാനാണ് യാത്രയുടെ ഭാഗമായതെന്ന് സ്റ്റാലിൻ വിശദീകരിച്ചു. രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും തമ്മിലുള്ളത് കേവലം രാഷ്ട്രീയ ബന്ധമല്ലെന്നും സഹോദര ബന്ധമാണെന്നും സ്റ്റാലിൻ പറഞ്ഞു. ദർഭാംഗയിലും മുസഫർപൂരിലുമാണ് യാത്ര ഇന്ന് പര്യടനം നടത്തുന്നത്. കൊച്ചിയിൽ IT ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ നടി ലക്ഷ്മി മേനോനെ തിരഞ്ഞ പോലീസ്. സംഘത്തിൽ നടി ഉണ്ടായിരുന്നതായി പോലീസ് പറയുന്നു. ഇവർ ഒളിവിലെന്നാണ് സൂചന. GST പരിഷ്കരണത്തിൽ ആശങ്കകൾ പങ്കുവച്ച് പ്രധാനമന്ത്രിക്ക് കത്തയച്ച് മുഖ്യമന്ത്രി. വരുമാന നഷ്ടം നേരിടുന്ന സംസ്ഥാനങ്ങളുടെ ആശങ്കകൾ കേന്ദ്രം പരിഹരിക്കണമെന്ന് കത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നു. വയനാട്ടിലെ തുരങ്കപാതയുടെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ഓഗസ്റ്റ് 31 നടക്കും. 33 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കും. 8.73 കിലോമീറ്ററാണ് ദൂരം. ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയമായി കാണേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് പരിപാടി നിശ്ചയിച്ചത്. ശബരിമല രാജ്യത്തിന് തന്നെ മാതൃകയായ ആരാധനാ സ്ഥാനമാണ്. ഇക്കാര്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ വിരട്ടലുമായി വരേണ്ട. അതുകൊണ്ട് പരിപാടി നടക്കാതിരിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഓണാഘോഷത്തിൽ പങ്കെടുക്കരുതെന്ന് രക്ഷിതാക്കളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ സന്ദേശമിട്ട അധ്യാപികയെ പുറത്താക്കി തടി തപ്പി സ്കൂൾ മാനേജ്മെന്റ്. ആരുടെയും നിർദ്ദേശപ്രകാരമല്ല അധ്യാപിക സന്ദേശം അയച്ചതെന്നാണ് തൃശൂർ പെരുമ്പിലാവ് സിറാജുൽ ഉലൂം ഇംഗ്ലീഷ് സ്കൂൾ മാനേജ്മെന്റിന്റെ വിശദീകരണം. ഡിവൈഎഫ്ഐയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. തൃശൂർ പെരുമ്പിലാവ് കല്ലുംപുറം സിറാജുൽ ഉലൂം സ്കൂളിലെ അധ്യാപിക ഖദീജയാണ് രക്ഷിതാക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വിവാദ സന്ദേശമിട്ടത്. ഓണവും ബന്ധപ്പെട്ട ആചാരങ്ങളും ഹിന്ദുക്കളുടേതായതിനാൽ അതിനെ മുസ്ലിം വിഭാഗത്തിലുള്ളവർ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ലെന്നായിരുന്നു സന്ദേശം. ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലേ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ ഒരു തരത്തിലും അതിനോട് പങ്കുകൊള്ളാൻ പാടില്ല. വേഷവിധാനത്തിലാണെങ്കിലും
മറ്റു കാര്യത്തിൽ എല്ലാ തരത്തിലും ആചാരത്തോട് ഏതെങ്കിലും തരത്തിൽ നമ്മൾ കടപിടിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാതെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. സന്ദേശം പ്രചരിച്ചതോടെ വിഷയം വിവാദത്തിലായി. ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ മതപരമായി വേർതിരിക്കുന്ന പരാമർശങ്ങളാണ് അധ്യാപികയുടേതെന്ന് ആരോപിച്ച ഡിവൈഎഫ്ഐ കടുവല്ലൂർ വെസ്റ്റ് മേഖലാ സെക്രട്ടറി ഹസൻ കുന്നംകുളം പോലീസിന് പരാതി നൽകി. പരാതിയിൽ അധ്യാപിക ഖദീജയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. സ്കൂളിന്റെ മാനേജ്മെന്റ് മാറിയതോടെ മതപരമായ കാര്യങ്ങളിൽ കാർക്കശ്യം കാണിക്കുന്നതായി ഹസൻ ന്യൂസ് 18നോട് പറഞ്ഞു. ഈ പരാതി സംബന്ധിച്ച് പാലക്കാട്ടെ എല്ലാ BJP നേതാക്കന്മാർക്കും കേരളത്തിലെ BJP നേതാക്കന്മാർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യം, എനിക്ക് മാത്രം അറിയുന്ന കാര്യമൊന്നുമല്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇവിടെ അവർക്ക് നീതി കൊടുക്കാമെന്ന് സംഘടന പറഞ്ഞ് ഉറപ്പിച്ചതിന് ശേഷം പറഞ്ഞ് പറ്റിച്ചതാണ്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എനിക്ക് ഏതെങ്കിലും സ്ത്രീ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പരാതി അവർ പുറത്തുവിടട്ടെ, അതല്ലെങ്കിൽ ആ പരാതി പോലീസ് സ്റ്റേഷനിൽ കൈമാറട്ടെ. എനിക്കെതിരെ ഏത് സ്ത്രീ പരാതി കൊടുത്തിട്ടുള്ളത്? പച്ച കള്ളം പറയല്ലേ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്. കേസെടുത്തതിന് പിന്നാലെ അധ്യാപികയെ തള്ളി സ്കൂൾ മാനേജ്മെന്റ് രംഗത്തെത്തി. ടീച്ചർ പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായമെന്നാണ് വിശദീകരണം. അങ്ങനെ പൂർണ്ണമായിട്ട് നമ്മളൊരു അധികാരം ആർക്കും കൊടുത്ത ആ വോയിസ് വന്നപ്പോൾ തന്നെ നമ്മൾ ടീച്ചേഴ്സ് മീറ്റിംഗ് വിളിക്കും. എന്ത് നിരുത്തരവാദിത്വ നടപടിയാണെന്ന് മാനേജ്മെന്റ് അത് തീരുമാനിക്കും. അവർക്ക് വേണ്ട അവരോട് മാറി നിൽക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഓൾറെഡി. എന്നാൽ സ്കൂൾ മാനേജ്മെന്റിന്റെ നിർദ്ദേശമില്ലാതെ അധ്യാപിക ഇത്തരം സന്ദേശങ്ങൾ അയക്കുമോ എന്ന ചോദ്യം രക്ഷിതാക്കളിൽ ചിലർ ഉന്നയിക്കുന്നുണ്ട്. ജാതിമത ഭേദമന്യേ മലയാളികൾ ആഘോഷിക്കുന്ന ഓണത്തെ വർഗീയവൽക്കരിച്ച അധ്യാപികയ്ക്കെതിരെ വിദ്യാഭ്യാസ വകുപ്പ് നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമാകുകയാണ്. ന്യൂസ് 18 തൃശൂർ. ഇനി ഓണവിശേഷങ്ങൾ. ഓണം പലവ്യഞ്ജന വിപണിയിൽ സർക്കാരിന്റെ കീഴിലുള്ള സപ്ലൈകോ കൺസ്യൂമർ ഫെഡ് കേന്ദ്രങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകുന്നത് വലിയ ആശ്വാസമാണ്. ഓണത്തിന് അവശ്യ സാധനങ്ങൾ പൊതുവിപണിയേക്കാൾ വിലക്കുറവിലാണ് ഇവിടെ വിൽപ്പന. ഓണത്തിന് ഒരു കുടുംബത്തിന് ആവശ്യമായ ഒഴിച്ചുകൂടാൻ പറ്റാത്ത 11 ഇനങ്ങൾക്ക് പൊതുവിപണിയിലും സർക്കാരിന്റെ കീഴിലുള്ള ഈ സംരംഭങ്ങളിലുമുള്ള വില വ്യത്യാസം 300 രൂപയോളമാണ്. വെറുതെ പറയുകയല്ല, കൃത്യമായി ഓരോ ഇടത്തും ചെന്ന് മനസ്സിലാക്കിയതാണ് ഈ വില വ്യത്യാസം. പ്രാദേശികമായി ഓരോ ദിവസത്തെയും മാർക്കറ്റിനനുസരിച്ച് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ. മലപ്പുറത്തു നിന്നും CV അനുമോദിന്റെ ഈ റിപ്പോർട്ടോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഓണക്കാലമാണ്. അവശ്യ വസ്തുക്കളുടെ വിലവർധനവ് സർക്കാർ നിയന്ത്രിക്കുന്നുവെന്നാണ് അവകാശപ്പെടുന്നത്. എങ്ങനെയാണ് പൊതുവിപണിയിലെയും സർക്കാർ സംവിധാനങ്ങളിലെയും അവശ്യ വസ്തുക്കളുടെ വില വ്യത്യാസമെന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഒരു 6 അംഗ കുടുംബത്തിന് ശരാശരി ഒരു ഓണസദ്യ ഒരുക്കാൻ വേണ്ട കാര്യങ്ങളാണ് നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ കുറുവ അരി 5 കിലോയും അതേപോലെ പച്ചരി 1 കിലോ അങ്ങനെ തുടങ്ങി ഒരു 11 ഇനങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിലെ വില പൊതുവിപണിയിലെയും അതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങളായ സപ്ലൈകോ, കൺസ്യൂമർ ഫെഡ് എന്നിവിടങ്ങളിലും വില എത്രമാത്രം വ്യത്യാസമുണ്ട് എന്നതാണ് അന്വേഷിക്കുന്നത്. നമ്മൾ മലപ്പുറത്തെ ഒരു മൊത്ത പലചരക്ക് കടയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഇവിടുത്തെ വില എത്രയുണ്ടെന്ന് ആദ്യം നമുക്ക് അന്വേഷിച്ച് നോക്കാം. 1343 രൂപയാണ് നമ്മൾ ഈ സാധനങ്ങൾക്കെല്ലാം കൂടി ഇവിടുന്ന് പൊതുവിപണിയിൽ നമുക്ക് വേണ്ടി വരിക. അരി കുറുവ 42 രൂപയാണ്, പച്ചരി 37 പരിപ്പ് 126 പയർ 90 രൂപയാണ്, ഉഴുന്ന് 116 ഉലുവ 108 രൂപയാണ്, ശർക്കര 56, അതേപോലെ പഞ്ചസാര 45 രൂപ, വെളിച്ചെണ്ണ കേരയാണ് നമ്മൾ ചോദിച്ചത്, അതിന് 510 രൂപയാണ് ലിറ്റർ വില, പായസക്കിറ്റ് 75, പപ്പടം 28, അങ്ങനെ 1343 രൂപയാണ്. അതിൽ വെളിച്ചെണ്ണയുടെ ക്വാളിറ്റി കേര അല്ലാതായിരുന്നാൽ കുറച്ച് വില കുറയും. നമുക്ക് മറ്റ് 1-2 കടകളിലൂടെ പോവാം. മലപ്പുറത്തെ മറ്റൊരു കടയിലാണ് നമ്മളുള്ളത്. ഇവിടെ മൊത്തമായിട്ടും ചില്ലറയായിട്ടൊക്കെ സാധനങ്ങൾ വിൽക്കും. ഈ ഇതൊരു ശരാശരി എത്ര വരും, ഓരോന്നിൻ്റെയും വിലയും എത്ര രൂപ വരുന്നും കൂടി ഒന്ന് എഴുതരാമോ? 1250. വെളിച്ചെണ്ണ ഇവിടെ ആട്ടുന്നതുകൊണ്ടാണ് നമുക്ക് വില കുറച്ച് കുറവ് കിട്ടുന്നത് അല്ലേ? നമ്മൾ ചെയ്യുന്നതാണ്. ഈ വില കുറയാൻ സാധ്യതയുണ്ട് ഈ ദിവസം. വെളിച്ചെണ്ണ മാർക്കറ്റ് ഇനിയും കുറയാം. കഴിഞ്ഞ ഓണം കഴിഞ്ഞ സമയം മുതൽ വില വർധന തുടങ്ങിയതാണ്. പക്ഷെ വെളിച്ചെണ്ണ ഇനിയും കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ഇവിടുത്തെ വിലയിൽ നമുക്ക് പ്രത്യേകം എടുത്ത് പറയേണ്ടത്. ഇവിടുത്തെ വെളിച്ചെണ്ണ വില 410 രൂപ. ഇവിടെ നാട്ടുന്നതായതുകൊണ്ട് ഇവർ പറയുന്നത് വില കുറവാണ് എന്നുള്ളതാണ്. 410 രൂപയാണ് ലിറ്ററിന് ഇവിടെ ഉള്ളത്. അങ്ങനെ കണക്കാക്കുമ്പോൾ 1255 രൂപയാണ് ഇവിടെ നമുക്ക് ഈ ഒരു പട്ടിക പ്രകാരം, ലിസ്റ്റ് പ്രകാരം സാധനങ്ങളുടെ വില. മലപ്പുറത്തെ സപ്ലൈകോ സ്റ്റോറിന് മുമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിന് മുമ്പിൽ. ഇവിടെ സർക്കാരിൻ്റെ സബ്സിഡിയൊക്കെ എല്ലാത്തിനും പ്രഖ്യാപിച്ചതുകൊണ്ട് സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്കൊന്ന് നോക്കാം. അത്യാവശ്യം എല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ട്. റാക്കുകളൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. ചേച്ചി ഇതിൻ്റെ ഇത്രയും സാധനങ്ങളെ വിലയൊന്ന് എഴുതിത്തരാമോ?
ഇവിടെ സബ്സിഡി ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സബ്സിഡി ഉണ്ട്. റേഷൻ കാർഡ് പ്രകാരമുള്ള സബ്സിഡി ഉണ്ട്. അതുപ്രകാരം അരിക്ക് 33 രൂപയാണ് വില, പച്ചരിക്ക് 29 രൂപ, പരിപ്പിന് 93, വൻപയറിന് 70, ഉഴുന്നിന് 90, ഉലുവയ്ക്ക് 85 രൂപ. ശർക്കര പല നിലവാരത്തിലുണ്ട്. മറയൂർ ശർക്കരയ്ക്കാണെങ്കിൽ വലിയ വിലയുണ്ട്. സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന അച്ച് ശർക്കരയ്ക്കാണെങ്കിൽ 87 രൂപ, പഞ്ചസാര 35, വെളിച്ചെണ്ണ 339 രൂപയേ ഉള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് സബ്സിഡി ഉള്ളതുകൊണ്ട് വില കുറവാണ്, 339 രൂപ. പാലട പായസത്തിൻ്റെ കിറ്റ് 60. പപ്പടം ഇവിടെ ഇല്ല. പിന്നെ പാക്കിംഗ് ചാർജ് ഒരെണ്ണത്തിന് 2 രൂപ വെച്ചും കണക്കാക്കേണ്ട. അങ്ങനെ 981.50 അതിൻ്റെ കൂടെ പാക്കിംഗ് ചാർജ് ഉൾപ്പെടെ കൂട്ടുമ്പോഴും 1000-അടുത്ത് മാത്രമേ വരുന്നുള്ളൂ. ഇവിടെ റേഷൻ കാർഡ് ഉള്ളവർക്കാണ് ഇതിൻ്റെ ഒരു ആനുകൂല്യം കിട്ടുക. എന്നിരുന്നാൽ പോലും പൊതുവിപണിയേക്കാൾ വിലക്കുറവാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. സാധാരണക്കാർക്ക് എന്തുകൊണ്ട് സപ്ലൈകോയുടെ ഈ സ്റ്റോറുകൾ ഓണക്കാലത്ത് ആശ്വാസമാകുന്നു, ആശ്രയമാകുന്നു എന്നുള്ളത് ഈ ഒരു വില വ്യത്യാസം കാണുമ്പോൾ തന്നെ മനസ്സിലാകും. സപ്ലൈകോ പോലെ സാധാരണക്കാർക്ക് ഓണക്കാലത്ത് സബ്സിഡി നിരക്കിൽ അവശ്യ സാധനങ്ങൾ നൽകുകയാണ് കൺസ്യൂമർ ഫെഡും. നമ്മൾ മലപ്പുറത്തെ കൺസ്യൂമർ ഫെഡിൻ്റെ ത്രിവേണി സൂപ്പർ മാർക്കറ്റിലാണ് ഉള്ളത്. നമുക്ക് ഇവിടെയും ഈ ഒരു പട്ടിക പ്രകാരം ഉള്ള സാധനങ്ങൾക്ക് എത്ര രൂപയാവും നോക്കുക. അനുപേട്ട, ഇതിലുള്ള സാധനങ്ങൾ നോക്കിയിട്ട് എത്ര രൂപ? അരി നമ്മൾ ഇപ്പോൾ കുറുവ മട്ട മാർക്കറ്റിൽ മട്ടയ്ക്ക് ഇപ്പോൾ 55 രൂപ ഉണ്ട്. നമ്മളിപ്പോൾ സബ്സിഡി നിരക്കിൽ കൊടുക്കുന്നത് 33 രൂപ 1 കിലോ. കുറുവയും അതേ റേറ്റാണ്. അതും മാർക്കറ്റിൽ 44 രൂപ ഉണ്ട്. അത് 33 രൂപ. 33 രൂപ. പിന്നെ പഞ്ചസാര 46 രൂപ മാർക്കറ്റ് വില ഉണ്ട്. നമ്മൾ സബ്സിഡി കൊടുക്കുന്നത് 34.65. റേഷൻ കാർഡ് വേണ്ട വരും. കാർഡ് വേണം. കാർഡ് ഇല്ലെങ്കിൽ അപ്പോൾ പുതിയ ഡിജിറ്റൽ ആയതുകൊണ്ട് നമുക്ക് നമ്പർ വാങ്ങുന്നുണ്ട്. കാരണം നമ്പർ അടിച്ചു കൊടുത്താലും നമുക്ക് അറിയാൻ കഴിയും. ഇതാണ് കൺസ്യൂമർ ഫെഡിൻ്റെ നമ്മൾ കൊടുത്ത പട്ടിക പ്രകാരമുള്ള ഒരു വില വിവരം. 1035 രൂപ. ഏകദേശം സപ്ലൈകോയും കൺസ്യൂമർ ഫെഡും ഒരുപോലെ തന്നെയാണ്. സപ്ലൈകോയിൽ പപ്പടം ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു കുറവുണ്ട്. മാത്രമല്ല പാക്കിംഗ് ചാർജും കുറച്ച് 10-16 രൂപയുണ്ട്. 1035 രൂപയാണ് കൺസ്യൂമറിൽ. അപ്പോൾ എന്താണെങ്കിലും പൊതുവിപണിയിൽ ഓണക്കാലത്ത് കൺസ്യൂമർ ഫെഡും സപ്ലൈകോയും സാധാരണക്കാരനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. അത് ഈ നമ്മൾ തിരഞ്ഞെടുത്ത സാധനങ്ങളുടെ വില താരതമ്യം ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കും. ഇനി ഇതിൽ ഉൾപ്പെടാത്ത ഒരുപാട് സാധനങ്ങൾ ഈ സബ്സിഡിയിൽ കൊടുക്കുന്നുണ്ട്. അതിൽ മുളക് വരുന്നുണ്ട്, അതേപോലെ കടല വരുന്നുണ്ട്, ചെറുപയർ വരുന്നുണ്ട്. അങ്ങനെയുള്ള അവശ്യ സാധനങ്ങൾ കൂടി സബ്സിഡിയിൽ പെടുമ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ച് സർക്കാർ സംവിധാനങ്ങളിലെ അതുവഴിയുള്ള ഈ ഒരു സാധനങ്ങൾ വാങ്ങുന്നത് വലിയ ആശ്വാസം തന്നെയായിരിക്കും ഈ ഓണക്കാലത്തുണ്ടാവുക എന്ന് കണക്കുകൾ സഹിതം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. News 18 Kerala, Shock Credits.